ഇത് ബിസ്കോ പുഡിംഗ് ഇന്നത്തെ സ്പെഷ്യൽ. ഇതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച് 4 മണിക്കൂർ വെച്ചതിന് ശേഷം എടുത്താണ്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കണ്ടേ. വാ, ഇറ്റ്സ് മുനീർ. വെൽക്കം ടു മുനീസ് ഫുഡ് വേൾഡ്. നമുക്ക് നമ്മളെ സാധാ സംസാരം തന്നെ പോരല്ലേ. നമ്മളിത് ആദ്യം തന്നെ ഉണ്ടല്ലോ ഒരു പാത്രം എടുത്തിട്ട് നമ്മൾ തണുപ്പിച്ചിട്ട് 1/2 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചുകൊണ്ടതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഈ ബ്രീറ്റ് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, ക്രീം നല്ല അടിപൊളിയായി വരും. നമ്മൾ അതിലേക്ക് ആ വിപ്പിംഗ് ക്രീം അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നു. ഇനിയുണ്ടല്ലോ അതിലേക്ക് എന്ത് വേണം, ആ വിപ്പിംഗ് ക്രീം മൊത്തം ഒഴിച്ചേ. ഇനി അതിന് ശേഷം നല്ല പൊടിച്ച പഞ്ചസാര, അത് 3 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യും, നമ്മൾ നല്ലോണം ബീറ്റ് ചെയ്യാൻ പോകുന്നത്. ആ സാധനത്തിന് നല്ല ക്രീം പരുവത്തിൽ അന്നേരം ബീറ്റ് ചെയ്ത് കൊടുക്കാം. അത് ഇതേമാതിരി നല്ലോണം ബീറ്റ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇനി അതിലേക്കില്ലേ നമുക്ക് മിൽക്ക് മെയ്ഡ് ഒരു 2 ടേബിൾ സ്പൂൺ, 2 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നു. ഇനി നമ്മൾ ഫ്രഷ് ക്രീമില്ലേ അത് 1 ടേബിൾ സ്പൂൺ അങ്ങ് ഒഴിച്ചെടുത്ത് ഇത് ഇടുമ്പോണ്ടല്ലോ നല്ല ടേസ്റ്റ് വരും. ക്രീമിന് നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റും വരും. എന്നിട്ട് എന്ത് ചെയ്യുക, വീണ്ടും നല്ലോണം അങ്ങ് ബീറ്റ് ചെയ്ത് കൊടുക്കാം. എന്താ ഇതുപോലെ അങ്ങ് ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്യലാണ് കിടക്കുന്നത്, പുറത്തൊന്നും തെറിക്കാണ്ട് ബീറ്റ് ചെയ്യണം. നല്ല പതുക്കെ ചെയ്താൽ മതി. കുറേ സമയം ചെയ്യണം, അതേ ഉള്ളൂ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. നമ്മൾ വിപ്പിംഗ് ക്രീം ഏകദേശം ശരിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ബിസ്ക്കറ്റ് ഒരു കപ്പിൽ ഒരു ബൗളിൽ പാലെടുത്തിട്ട് നമ്മൾ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ ആ ബിസ്ക്കറ്റ് അതിലേക്ക് മുക്കുക. പൊട്ടല്ലേ, അത് മുക്കിയിട്ട് നമ്മൾ വേറൊരു ബൗളെടുത്തിട്ട് ഒരു പാത്രം എടുത്തിട്ട് ഇതിലാണ് നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഇങ്ങനെ നിരനിരയായി വെച്ച് കൊടുക്കുക. എന്താ ഇതുമാതിരി. ഇനി സൈഡിലുണ്ടല്ലോ അത് പൊട്ടിച്ചിട്ടും വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ക്രീം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച് ക്രീം അങ്ങ് പരത്തി കൊടുക്കുക, നല്ലോണം തേച്ച് കൊടുക്കുക. നിങ്ങൾക്ക് തേക്കാൻ അറിയുന്നവർക്ക് നല്ല എളുപ്പമായിരിക്കും ഇതേ. അതാ ഇതുപോലെ അങ്ങ് തേച്ച് കൊടുക്കുക. ഒരു ലെയർ ഇപ്പോൾ ശരിയായ ബിസ്ക്കറ്റും ക്രീമും 2 ലെയറായി. ഇത് 3ാമത്തെ ലെയർ. ഇനി ബിസ്ക്കറ്റ് വെക്കുന്നു. ഇതുപോലെ നിരനിരയായി ബിസ്ക്കറ്റ് അങ്ങ് വെച്ച് കൊടുക്കുക. ആ സൈഡിൽ പൊട്ടിച്ചിട്ട് വെക്കുക. വീണ്ടും നമുക്ക് ക്രീം മുകളിലേക്ക് 4ാമത്തെ ലെയർ മൊത്തത്തിൽ 2 ക്രീം 2 ബിസ്ക്കറ്റ് ലെയർ, അങ്ങനെ 4 ലെയർ. അതെങ്ങനെ നല്ലോണം വീണ്ടും തേച്ച് കൊടുക്കുന്നു. ഞാൻ വീണ്ടും പറയുന്നു, തേക്കാൻ അറിയുന്നവർക്ക് എളുപ്പമായിരിക്കും. ഇനി നമ്മൾ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, ബിസ്ക്കറ്റ് അത് നല്ലോണം ഗ്രൈൻഡറിൽ കൊണ്ടുപോയിട്ട് പൊടിച്ച് കൊണ്ടുവരിക ഈ പരുവത്തിൽ. ഇനിയുണ്ടല്ലോ നമ്മളെ ബദാമും പിസ്താച്ചും അത് 2 സെപ്പറേറ്റ് ആയിട്ട് പൊടിക്കണേ. ഇതുപോലെ പൊടിക്കുക. എന്നിട്ട് ആ ബദാമിൻ്റെ പൊടി ഉണ്ടല്ലോ പൊടിക്കുക എന്നാണ്. ആ ബദാമിൻ്റെ പൊടി ആ ചുറ്റും ആ പാത്രത്തിൻ്റെ ചുറ്റും അങ്ങോട്ട് കൊടുക്കുക. ഇല്ല ഇതുപോലെ ആക്കുക. ഇനി നമ്മൾ പിസ്താച്ചി പൊടി നടുക്കുക, അങ്ങനെ ഇട്ട് കൊടുക്കുക. അത് നിങ്ങളെ ഓരോ സ്റ്റൈലിൽ അങ്ങനെ വെച്ചാൽ മതി. എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെ ചെയ്ത് കൊടുത്തോ കേട്ടോ. ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്തു. എന്തൊക്കെയോ സ്റ്റൈലാക്കാൻ നോക്കിയെന്ന്, ഡെക്കറേഷനിൽ കൊളായി എന്ന് പറയാം. എന്നാലും സംഭവം അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മളിത് നേരെ കൊണ്ടുപോയിട്ടില്ലേ ഫ്രിഡ്ജിൽ ഒരു 3-4 മണിക്കൂർ വെച്ച് പിന്നെ എടുത്ത് കട്ട് ചെയ്ത് കഴിച്ചു. നല്ല അടിപൊളി സംഭവമാണ് മക്കളെ. എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാം. എല്ലാവരും പഠിച്ചില്ല ഏകദേശം എളുപ്പത്തിൽ ഉണ്ടാക്കാം. ക്രീം ബീറ്റ് ചെയ്യേണ്ട കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ, ബാക്കിയെല്ലാം എളുപ്പമാണ്. നേരെ നമുക്ക് കഴിക്കാം. അപ്പോൾ ചാനൽ ഒന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.